ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പെരുമ്പട്ടി സെൻറ്റർ മാർത്തോമാ യോജനസഖ്യമായിട്ട് ക്രമീകരിക്കുന്ന നോമ്പ് ധ്യാന ചിന്തകളൊക്കെയും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതിലേക്ക് എനിക്കും ഒരു അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ യേശു കർത്താവ് കൂനിയായി പോയ ഒരുവളെ സൗഖ്യമാക്കുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ശബത്തിൽ യേശു സുനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ 18 വർഷമായിട്ട് നിവർന്നു നിൽപ്പാൻ സാധിക്കാതെ വണ്ണം കൂനിയായി പോയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ അടുക്ക വിളിച്ചിട്ട് അവളുടെ മേൽ കൈവച്ച് അവളെ നേരെ നിൽക്കുവാൻ പ്രാപ്തയാക്കുന്നു. എന്നാൽ ഈ നന്മ പ്രവൃത്തിയിൽ അസൂയ പൂണ്ട സുനഗോഗ് അധികാരി ഒരു മുടന്തൻ ന്യായം ഉന്നയിക്കുക. ജൂതമത പ്രബോധന പ്രകാരം ശബത്തിൽ ജോലികൾ പാടില്ലാത്തതിനാൽ സൗഖ്യം നൽകിയത് തെറ്റായിപ്പോയി അത്രേ. യേശു കർത്താവ് അദ്ദേഹത്തെ കപടഭക്ത എന്നാണ് വിളിക്കുന്നത്. ശേഷം ചോദിക്കുന്നു, നീ വീട്ടിലെ കാളയ്ക്കും കഴുതയ്ക്കും നീ വെള്ളം കൊടുക്കുവാൻ ഈ ശബത്തിൽ കൊണ്ടുപോകാറില്ലേ? അബ്രഹാമിൻ്റെ മകളായ ഇവളെ സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും അഴിച്ചിടേണ്ടതില്ല എന്നാണോ നീ പറയുന്നത്? നമ്മൾ ഈ സംഭവം ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ 2 സംഗതികൾ കാണാനായിട്ട് പറ്റും. ഒരു വശത്ത് കൂനിയായി വളഞ്ഞു നിന്നിരുന്ന സ്ത്രീ നേരെയാവുന്ന കാഴ്ച വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാകും, പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകും. എന്നാൽ മറുവശത്ത് സമൂഹത്തിൽ ഉന്നത നിലവാരം അലങ്കരിച്ച് നേരെ നിവർന്നു നിൽക്കുന്ന മതപ്രമാണിയുടെ അകത്തെ വളവും വക്രതയും പാപക്കൂനുമാണ് യേശു തുറന്നു കാട്ടുന്നത്. വളഞ്ഞു പോയവളുടെ നിവരലും നേരെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ്റെ ആന്തരിക വക്രതയുമാണ് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. സത്യത്തിൽ മതാനുഷ്ഠാനങ്ങളൊക്കെയും കൃത്യമായി പാലിച്ചു പോകുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന നാം എവിടെയാണ് പ്രിയരെ? ദൈവത്തിൻ്റെ ദാനമായ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളൊക്കെയും പിന്നിടുമ്പോൾ നമ്മളെ ഉള്ളിലെ വക്രതകൾ കറുതി വരുത്തുകയും നെറിയും നേർമയും കൊണ്ട് നേരെ നിൽക്കുവാൻ തക്ക ആന്തരിക സൗഖ്യം നാം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ഈ നോമ്പ് കാലത്ത് പരിശോധിക്കണം. അതോ സ്വയമേ നന്മ ചെയ്യുവാനാവുന്നില്ല, ഇനി എന്തെങ്കിലും ചെയ്യുന്നവരെ പഴി പറഞ്ഞ് മുട്ടാപ്പോക്കുകളൊക്കെയും നിരത്തി ഉള്ളിലെ അസൂയ ഇങ്ങനെ സ്വയം വെളിപ്പെടുത്തി തന്നെത്താൻ ലജ്ജിതരാവുകയാണോ നാം ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിൽ പരസ്പരം താഴ്ത്തി കിട്ടുവാനൊക്കെ മത്സരിക്കുമ്പോൾ, അങ്ങനെ മത്സരിക്കുന്നവർ പെരുകുമ്പോൾ നേരെ നിൽക്കുവാനും നേരെ നിർത്തുവാനുമുള്ള നന്മയുടെ പാഠങ്ങളാകണം പ്രിയരെ ക്രിസ്തുവിൽ നിന്ന് നാം പകർത്തിയെടുക്കേണ്ടത്. ശരിക്കും ഈ വളവുകളൊക്കെ നിവർന്നാൽ ദൂരം കുറയുകയാണ്. നാമും ദൈവവും തമ്മിലുള്ള ദൂരം. ഒരുപക്ഷെ ആ സ്ത്രീ അന്ന് വരെ കൂനിയായിരുന്നവൾ കർത്താവിനെ ഒന്ന് നോക്കുമ്പോൾ അവളുടെ മുഖവും കർത്താവിൻ്റെ മുഖവും തമ്മിൽ ദൂരം ഇത്തിരി കൂടിയിരുന്നിരിക്കണം. എന്നാൽ തമ്പുരാൻ അവളെ നേരെ നിർത്തിയപ്പോൾ അവളുടെ മുഖവും കർത്താവിൻ്റെ മുഖവും തമ്മിലുള്ള ദൂരത്തിൻ്റെ അളവും ഇവിടെ കുറഞ്ഞു. ശരിക്കും വളവുകളൊക്കെ നിവർന്നാൽ ദൂരം കുറയും. ഉള്ളിലെ വക്രതകളെ നീക്കുവാൻ ഈ ദിനങ്ങൾക്ക് ആയാൽ സത്യമായും ക്രിസ്തുവിലേക്കുള്ള ദൂരം തന്നെയല്ലേ പ്രിയരെ കുറയുക? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ തമ്പുരാനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും മതാനുഷ്ഠാനങ്ങളൊക്കെയും കൃത്യമായിട്ട് ഞങ്ങൾ പാലിച്ച് അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ നിവർന്നു നിൽക്കുന്നു എന്നൊക്കെയും ഞങ്ങൾ അവകാശപ്പെടുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും വക്രതകളും പാപത്തിൻ്റെ കൂനും ഞങ്ങളിൽ കർത്താവെ ഒത്തിരി പ്രയാസങ്ങളൊക്കെയും ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തുവാനായിട്ട് ഈ നോമ്പുകാലം ഞങ്ങളെ നീ സഹായിക്കുകയാണ്. കർത്താവെ, പല രീതിയിൽ സമൂഹത്തിൽ
പലരാൽ കൂനിപ്പോയ അനേകർ ഞങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ട്. അവരെയൊക്കെയും നേരെ നിർത്തി അവരെ നേരെ നിർത്തുവാനായിട്ട് പ്രാപ്തരാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ നോമ്പും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെയും അതിന് മുഖാന്തരമാകുവാൻ തമ്പുരാൻ സംഗതിയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.